എന്താ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാല് തുടക്കം പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ തുടക്കം എന്നല്ല ഒരു ഊരിത്തെറിയ അതായത് ഇപ്പൊ അവരെ പിന്നെ അമ്മാവനുണ്ടല്ലോ അവരെ പിന്നെ ഗൈഡ് അതായത് അവര് പറയുന്നത് 10 കൊല്ലം മുന്നേ അറിയാന്ന് 2 മാസം മുന്നേ ഉള്ള പരിചയം അതായത് സാറ് ഏഹ് എൻ്റെ സുഹൃത്താന്ന് എൻ്റെ കസ്റ്റമറാണ്. പക്ഷേ ആശാനിട്ട് ചൊറിഞ്ഞാൽ അയത്തിനിട്ട് ചൊറിഞ്ഞാൽ നമുക്ക് പൊള്ളു. കാരണം അതിന് എത്രയോ ബന്ധമുണ്ട് ഞാൻ അയത്തുമായിട്ട്. അവനെ എനിക്കറിയാം അയത്തിനെ എത്ര നല്ല എങ്ങനെ അയത്ത എങ്ങനെയുള്ള ആളാന്ന് ആരും പറയണ്ട, എനിക്ക് വ്യക്തമായി അറിയാം. കാരണം അത്രയും ജെന്യൂനായുള്ള അയത്തിനെതിരെ അയാളൊരു ഗ്രൂപ്പിൽ ഡയലോഗ്, അതായത് ഈ ബുൾജറ്റ് കാരണമാണ് അജിത്ത് പോപ്പുലർ ആയത്. അതായത് അജിത്ത് ഈ ബുൾജറ്റ് വന്നുകൊണ്ടാണ് 4 പേര് അറിഞ്ഞത്. ആ ചറ്റ വർത്താനം അയാൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏഹ് ഇപ്പൊ ഇയാൾ പറയാൻ ഈ സാറ് അജിത്തിനെതിരെ പറയാൻ സാർ ആര്? അതിനൊന്നും അവകാശം അയാൾക്കില്ല. അയാൾ അവരെ കാല് നക്കിയിട്ട് പോയിക്കോട്ട്. പക്ഷേ ആശാനിട്ട് എതിരെ പറയാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ. അങ്ങനെയല്ല ഇതിൻ്റെ തുടക്കം. അയാൾക്കിപ്പോൾ എല്ലാവരും ഒഴിവാക്കിയിട്ട് അവരമ്മാവനാണ്. അതാണ് വിഷയം, മെയിൻ വിഷയം, ഫസ്റ്റ് തുടക്കം. പിന്നെ തിരിച്ച് അതായത് പിന്നെ ലൈനാക്കുന്ന പെണ്ണിൻ്റെ ഷഡ്ഡി നക്കുന്ന അവസ്ഥയുള്ള അയാൾ. തെറ്റ് കണ്ടാലും ഞാനായാലും അയിത്തായാലും പ്രതികരിക്കും. യഥാർത്ഥ ചങ്ങായിമാർ എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ആളാണ്. അല്ലാണ്ട് പിന്നെ തെറ്റായാലും ശരിയായാലും എന്തിനും പിന്നെ ആ, ആം, അത് നിങ്ങൾ ചെയ്തതിന് ശരിയെന്നൊന്നും നടക്കുന്നില്ല. യഥാർത്ഥ ചങ്ങായിമാർ എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് പറഞ്ഞാൽ വിമർശിക്കും. ഏത് വലിയ പൊന്നുമോനായാലും നമ്മൾ വിമർശിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ മതി. അല്ലാണ്ട് പിന്നെ നമ്മൾ വലിയ സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ആനയെ ചക്ക വാങ്ങിയാന്നിട്ട് കാല് നിൽക്കേണ്ട ആവശ്യം നമ്മൾ മനുഷ്യന്മാരാ. ഇന്നല്ലെങ്കിൽ നാളെ ഒടുങ്ങേണ്ട ടീമാണ്. നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. കാര്യങ്ങൾ ബന്ധങ്ങൾ മാത്രം നിലനിൽക്കും. മരിക്കുവോളം നമുക്ക് എപ്പോൾ നമ്മൾ ഓർക്കുന്ന ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവരെ തെറ്റുകളായാലും ചങ്ങായിമാരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. അല്ലാണ്ട് എന്തിനും ന്യായീകരിക്കുന്ന പരിപാടി നമുക്കില്ല. ആ ഞാൻ വോയിസ് ഒന്ന് രണ്ടെണ്ണം കേട്ട് കുറേ കേൾക്കാണ്ട്. എന്തായാലും കുറേ ആൾ മെസ്സേജും കാര്യങ്ങളും അയക്കുന്നുണ്ട്. കണ്ടീഷൻ എന്തല്ല ഇതെന്തല്ലോ. എന്നാൽ 2 ദിവസത്തിലുള്ള ലൈവ് പ്രതീക്ഷിച്ചോ. 2 ദിവസത്തിൽ ലൈവും കാര്യങ്ങളും വരും. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആശാന്റെ ചാനലിൽ ലൈവ് വരും. ഞാനും ആശാനും ഉണ്ടാവും. അപ്പോൾ ചോദിക്കാനുള്ളത് എല്ലാവരും കേൾക്കിട്ട് പിന്നെ ലൈവിൽ ചോദിച്ചു എന്തല്ല നമ്മളോട് ചോദിക്കാനുള്ളത്. കുറേ ആൾ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. ബാക്കി അതിനുള്ള മറുപടി പിന്നെ നമ്മൾ അതിലോട്ട് കാര്യങ്ങൾ 1 by 1 ആയിട്ടെല്ലാം പറഞ്ഞുതരും. ഒന്നും ഒരു മറച്ചു വെക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഉണ്ടാവും. എന്തെല്ലാന്ന് ചോദിക്കേണ്ട അതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട്. പൊതുവെ ലൈവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അറിയാം, നമുക്ക് വേണ്ടാത്തത് നമ്മൾ ചോദിക്കൂല, സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കും. ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്ങനത്തെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അതിൽ കറക്റ്റ് അണവട വിടാണ്ട് അതിന് ആൻസർ ചെയ്യും. വേറൊരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ സ്ഥിതിക്കാ പോകുന്നെങ്കിൽ നമ്മൾ വേറെ നെപ്പോളിയനെ ഇതിലും കണ്ടീഷനോടെ പുറത്തിറക്കും. 100-100 ഒരു നെപ്പോളിയനല്ല, ഒരു 5-6 നെപ്പോളിയൻ ഇറക്കിയിട്ട് വൈൽഡ് ലൈഫ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നമ്മുടെ ഒരു വാശിയാണ്. അതും നല്ല സെലക്ട് ചെയ്യുന്ന പിള്ളേർക്ക് കൊടുക്കും. അല്ലാതെ ഈ എന്നാ പറയുക, വലിച്ചു വാരി വണ്ടിയെ കൊല്ലുന്ന രീതിയിൽ ചെയ്യുന്നവർക്ക് കൊടുക്കില്ല. ഇങ്ങനെ പോയാൽ അങ്ങനെ തന്നെ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ നമ്പർ ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ഓഫ് ഈ നമ്പറൊന്നും തന്നെ ഈ താടിയാണേ, ഈ 205 എന്നുള്ള എടാ ഒന്ന് ആടിയാണേ. ഓഫായിനെങ്കിൽ കുറേ പറയാനുണ്ട്.